441. വേവാട്ടേ വേവാട്ടെ. 442. മുതലാളി ഗോപാല മുതലാളി നമസ്കാരമുണ്ട്. എന്താ ഗോപാല, ഈ പ്രാവശ്യം കിഴക്കേപ്പാടത്ത് നെല്ലെത്രയുണ്ട്? 500 പറ ഉണ്ടാവും മുതലാളി. എല്ലാം അവളൊന്ന് നോക്കിയോ പണിക്കരെ? ഓ, അതൊക്കെ ഞാൻ അളന്നു നോക്കിയിട്ടുണ്ട്. എപ്പോഴും ഗോപാലന്റെ കൃഷിയിലാണല്ലോ കൂടുതൽ വിളവ്, അല്ലേ പണിക്കരെ? അതങ്ങനെ കാണുന്നത്. അതെ അതെ, എന്റെ മാത്രം അധ്വാനം അല്ല മുതലാളി, ഇവളുടേത് കൂടിയാണ്. ഓഹോ, ഇവളാണോ ഗോപാലന്റെ ഭാര്യ? എന്താ പേര്? ജാനകി. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. ഞങ്ങളെ മുതലാളിയെ ഒന്ന് കാണാൻ ബംഗ്ലാവിലോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പൊ ഇതേ മുതലാളി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇനി സംഗതി മംഗളം നടന്നത് തന്നെ. എന്താ കാര്യം? മുതലാളി മറ്റൊന്നും വിചാരിക്കരുത്. സ്വന്തമായി കുറച്ച് മണ്ണിൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് വളരെ കാലമായി ഞങ്ങൾക്കൊരാശ. ഇവൾക്കാണ് കൂടുതൽ നിർബന്ധം. അതിനുള്ള ആരോഗ്യമുണ്ട്, അതുകൊണ്ടാ അല്ലേ പെങ്ങളെ? അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ആ കാട്ടിൽ അവിടെ എവിടെയെങ്കിലും കുറച്ച് കൃഷി ചെയ്യാൻ ഭൂമി വേണമല്ലേ? ശരി ശരി, ബംഗ്ലാവിലേക്ക് വരൂ. രണ്ടുപേരും കൂടി തന്നെ പോരെ. ഗോപാല, കോൾ അടിച്ചല്ലോ. എന്തോ അവളെ കണ്ട പ്രസവിച്ചതായിട്ടേ തോന്നൂല, അല്ലേ? അല്ലേ, അത് മുതലാളിയുടെ പണത്തിന്റെ ഹുങ്ക്. പ്രസവം കഴിഞ്ഞ് എന്തുമാത്രം മരുന്നാ മേടിച്ചു കൊടുത്തത് അവക്കോ? ആ, ഗോപാലന്റെ ഭാര്യയ്ക്കോ? അയ്യോ, ഗോപാലന്റെ ഭാര്യയുടെ കാര്യമായിരുന്നു. അത് നാടൻ. ഒരു 10 പെറ്റാലും അവനിങ്ങനെ ഉണങ്ങത്തില്ല. എടാ, ഇങ്ങനെ ഒരു പെണ്ണുള്ള കാര്യം എന്തുകൊണ്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല? അയ്യോ, ലിസ്റ്റിലുണ്ട്. ഓരോന്നങ്ങനെ വന്നു പോട്ടെ, അങ്ങനെ കിടക്കുകയല്ലേ നീണ്ട ക്യൂ. എന്നാലേ ഗോപാലന്റെ ഭാര്യയെ ആ ക്യൂവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോടാ. എന്താടാ നിന്റെ വായി കിളി കയറിയിട്ടുണ്ട്? എന്തു വേണം? മോടെ സ്കൂളിൽ നിന്ന് പാരന്റ്സ് ഡേ ആണ്. അതിന് അച്ഛനും കൂടെ വരണമെന്ന്. ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ ഇവിടെ അച്ഛനായതുകൊണ്ട് പറയുന്നതാ. ഓ, പുതിയ കണ്ടുപിടുത്തമാണല്ലോ. എന്നാ ഇപ്പോ അമ്മ മാത്രം പോയാ മതി. ഡ്രൈവറും കാറും വെളിയിലുണ്ട്. ചെല്ലിയല്ലേ? മുതലാളി പറഞ്ഞതെല്ലാം കൊച്ചമ്മ കേട്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ അവക്ക് എന്നെ അറിയാത്തതുപോലെ. അല്ലെങ്കിലും മുതലാളിയുടെ പരിപാടികളെല്ലാം കൊച്ചമ്മയ്ക്ക് പച്ച വെള്ളം പോലെ അറിയാമല്ലോ. എന്താ ഗോപാല ഇതൊക്കെ? എല്ലാം പറയാ, ഇതൊന്ന് പിടിച്ചാട്ടെ. മുതലാളി മുതലാളി ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഓഹോ, ആ, ഇതൊക്കെ വേണമായിരുന്നു ഗോപാല. ഇത് ഞങ്ങളുടെ സ്വന്തം കൃഷിയാണ് മുതലാളി. അത് പിന്നെ ആ മത്തങ്ങ കണ്ടാൽ അറിഞ്ഞൂടെ? ഗോപാലിന് കൃഷി ചെയ്യാൻ സ്ഥലം വേണമല്ലേ? നമ്മുടെ കൊച്ചുരാമനും മാധവനും കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യുന്നതിന്റെ അപ്പുറത്ത് കുറച്ച് കാട് ഒഴിവുണ്ടല്ലോ കുമാര? ഉണ്ട്, പക്ഷെ അത് മുഴുവൻ പാറയാ. അതിനെന്താ, അവര് കൃഷി ചെയ്യുന്നിടത്തൊക്കെ പാറ ഉണ്ടായിരുന്നു, അതങ്ങ് പൊട്ടിക്കണം. വെടിവെച്ചാ പൊട്ടാത്ത പാറയുണ്ടോ ഗോപാല? അപ്പൊ ഞങ്ങള് നാളെ തന്നെ? വേണ്ട, ഇന്ന് തന്നെ ജോലി തുടങ്ങിക്കോ. ഈ സഹായം ഞങ്ങൾ മരണം വരെ മറക്കൂല മുതലാളി. മുതലാളിക്കത് മാത്രം മതി. സന്തോഷമായിട്ട് പോയിട്ട് വാ.
എന്നാ ഞങ്ങള് ശരി, പോയിട്ട് വരും. ഓ കുമാര, ഇതൊക്കെ ഒരു താഴത്തേക്ക് വെച്ച് എല്ലാം ഭദ്രമായി എടുത്ത് വെക്കൂ. കുമാരക, പോയി സഹായിച്ചു കൽപ്പിക്കുന്നു. The kite fell right into the sage's hand. What was the sage doing one morning? മതി മക്കളെ, ഇനി ഒന്ന് കാപ്പി കുടിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കാം. സ്കൂളിൽ പോകാൻ സമയമായില്ല അമ്മേ. സമയമാവുമ്പോ അവര് പോയിക്കോളും. ജാനകി, നീ എന്തിനാ അവരിങ്ങനെ നിർബന്ധിക്കുന്നത്? ഓ, എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു വായന? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റിരുന്നതാണ്. അവര് പഠിക്കട്ടെ. അവരെ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പാടൊക്കെ പെടുന്നത്. ക്ലാസ്സിൽ ഞാൻ ഒന്നാമനാണ് അച്ഛാ. രണ്ടുപേരും ഒന്നാമന്മാരാണോ? എന്നാലേ അച്ഛനൊരു സമ്മാനം തരാം. ഇതാ, ഇത് കണ്ട. ഇതെന്താ അച്ഛാ? ഇതെന്തിനാ ഇപ്പൊ എടുത്തത്? നിക്ക് പറയാം. രണ്ടുപേരും കൂടി ബഹളം വെക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് രണ്ടുപേർക്കും കൊടുക്കണ്ട. അത് വാങ്ങിച്ചാൽ തന്നെ സൂക്ഷിച്ചോ. ഇത് മുമ്പ് ഒരു കാളപൂട്ട് മത്സരത്തിൽ ഒന്നാമനായി ജയിച്ചതിന് അച്ഛന് കിട്ടിയ സമ്മാനമാണ്. നിങ്ങളിൽ ആര് ആദ്യം പഠിച്ച് ഉദ്യോഗം വാങ്ങിക്കുന്നുവോ ഇത് ഞാൻ അവന് കൊടുക്കും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അതെന്തിനാ ഇവിടെ വെക്കുന്നത്? ഇതൊരു നിത്യവും കാണണം. എങ്കിലും രണ്ടുപേരും കൂടി മത്സരിച്ച് പഠിക്കൂ. ആ കേട്ടോ മക്കളെ, ചേട്ടനാണ് ആദ്യം പഠിച്ച് ഉദ്യോഗം മേടിക്കുന്നതെങ്കിൽ ഇത് ഞാൻ എടുത്ത് ചേട്ടന് കൊടുക്കും. അനിയനാണെങ്കിലോ? ഞാൻ എടുത്ത് ആരെയും കൊടുക്കും. അത് മതി മതി, കിന്നാരം പറഞ്ഞത്. വേഗം കാപ്പി കുടിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. ഗോപാല, ഗോപാല, ഇങ്ങോട്ട് വന്നേ. അയ്യോ, നോക്കുന്ന എന്തിനാ? ഇതെല്ലാം മുതലാളി തന്നയച്ചതാ. ഇതെന്തിനാ? നല്ല ചോദ്യം. നമ്മുടെ മുതലാളിയെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അദ്ദേഹം വിശാല ഹൃദയനല്ലേ, മഹാദാനശീലനല്ലേ. നിങ്ങൾ മുതലാളിയെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോയ ശേഷമാണ് അദ്ദേഹം ഓർമ്മിച്ചത് നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ എന്ന്. ഉടനെ എന്നെ വിളിച്ചു, എടാ കുട്ടപ്പ, കളപ്പുരയിൽ നിന്ന് 4 ചാക്ക് നെല്ലെടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കേ. കുട്ടപ്പ, ഇതൊന്നും വേണ്ടായിരുന്നു. മുതലാളിക്ക് വേണോന്ന് തോന്നി, നമ്മളൊന്നും തോയ്യാൻ. മുതലാളി കൊടുത്തയച്ചതല്ലേ, വാങ്ങിച്ചോ വാങ്ങിച്ചോ. ഞാൻ ഈ മുടിയിൽ ചെയ്യട്ടെ. ഇവളുടെ ഒരു മുടിച്ചുകൾ. സ്കൂളിൽ പോകാൻ സമയമായി. എന്തൊരു ഒരുക്കമായത്? നീ സ്കൂളിൽ പോകുന്നോ കല്യാണത്തിന് പോകുന്നു? ഇത് കണ്ടു, രാമോട്ടിനെ കളിയാക്കുന്നു. രണ്ടാളും നേരിൽ കണ്ടു, വഴക്കം തുടങ്ങിയല്ലേ? കല്യാണത്തിനാണോ സ്കൂളിലേക്കാണോ പോകുന്നെന്ന് ചോദിക്കുക രാമോട്ടൻ. കല്യാണമെല്ലാം നമുക്ക് കുറെ കഴിഞ്ഞ് ആലോചിക്കാം. തൽക്കാലം സ്കൂളിലേക്ക് പോകും. ആ വേഗമാട്ടെ, സമയമായി. ഞാൻ എന്താ വന്നു കഴിഞ്ഞു. മോശമൊന്നുമല്ല, പാറ മുഴുവൻ പൊട്ടിച്ച് കിളച്ചൊരു വേലിയും കെട്ടിയാൽ കനകം വിളയുന്ന മണ്ണാണത്. നമുക്ക് നല്ലത് അറിയോ അതിനെ പറ്റി? ഗോപാല എങ്ങോട്ടാ? പണിക്കരേട്ടോ, ഞങ്ങൾക്കൊരു ഇത്തിരി കരിമരുന്ന് വേണമായിരുന്നല്ലോ. എവിടെ കിട്ടും? കരിമരുന്നു? എന്തിനാ? ആ പാറയൊന്ന് പൊട്ടിക്കാനാ. അയ്യോ, അതിന് എനിക്ക് വെടിക്കെട്ടുന്ന പണിയില്ലെന്ന് അറിഞ്ഞൂടെ ഗോപാല. അതുകൊണ്ടല്ലേ ഞാൻ എവിടെ കിട്ടും ചോദിച്ചത്. ആ കൊച്ചുവേലുണ്ട് അവിടെ കാണുന്നേ. നിങ്ങൾ വാ. കണ്ടോ, അവൾക്കറിയാം. പിന്നെ നീ ബുദ്ധി കൂട്ടുന്നത് എന്തിനാ? ഗോപാല, ഒരു കാര്യം ചോദിച്ചോട്ടെ. മുതലാളി പറഞ്ഞിട്ട് കുറച്ച് നെല്ല് ഇവിടുന്ന് കൊടുത്തയച്ചിരുന്നു. ആ കുട്ടപ്പൻ അതവിടെ കൊണ്ടുവന്നില്ലേ? ഓ, തന്നു തന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് പണിക്കർക്ക് മനസ്സിലായില്ലേ? എന്താ കാര്യം? കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മുടെ മുതലാളിയുടെ നെല്ല് എത്തിക്കൊണ്ടേയിരിക്കും. നീ എന്താ പറഞ്ഞത്? ഞാനത് സത്യം പറഞ്ഞേ ഉള്ളൂ. നിന്നെ ഞാൻ കഥയില്ലാതൊന്നും പറഞ്ഞല്ല. ഞാൻ മുതലാളിയുടെ വീട്ടിൽ കാവൽ കിടക്കുന്നത് തന്നെയല്ലേ. എനിക്കറിയുന്നത് പോലെ മുതലാളി ഇവനെ അറിയും. പക്ഷെ എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറയാനുണ്ടല്ലോ. നിന്നെ നാവിയാണ്. ഈ നാവാരിയാൻ വരുമ്പോ എന്റെ കൈ പണയത്തിലാണോ? ചുമ്മാ പോടോ. ഒന്ന് മാറി പിള്ളേ. ഒന്ന് അടങ്ങിന്റെ ഗോപാല, കരിമരുന്ന് മേടിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയോ? നീ ഇന്ന് ജോലി നോക്കി പോ. നീ ഇന്ന് ജോലി നോക്കി പോ. ഗോപാല, എടാ, നിന്നെ ഞാൻ എടുത്തോളാം. ഞാൻ കണ്ടോളാം.
നിന്നെ ഒരു വിധത്തിലാക്കിയല്ലേ ഒന്നറിയാൻ ഇങ്ങോട്ട് വാടാ. ഒരു അബദ്ധം പറ്റിപ്പോയി ജീവിതത്തിൽ ആദ്യത്തെ അബദ്ധമാണ് ഒന്നറി നീ ഒന്നും മിണ്ടാതെ